ഓം ഹരിശ്രീ ഗണപതായ നമ. അഭിഘ്നമസ്തു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പഞ്ചതന്ത്രം. പാടലീപുത്രം എന്ന പ്രസിദ്ധമായ രാജ്യം, അവിടെ ഐശ്വര്യ ദേവത നൃത്തം ചെയ്തിരുന്നു. സൽക്കർമ്മങ്ങളുടെ ഫലമായി 8 പുത്രന്മാർ അവർക്ക് വിദ്യാഭ്യാസത്തിൽ താല്പര്യം ഇല്ലായിരുന്നു. സുദർശനൻ മക്കളെ ഓർത്ത് വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ സോമശർമാവ് എന്ന പണ്ഡിതൻ എത്തി. മിത്രഭേദം, സുഹൃത് ലാഭം, സന്ധി വിഗ്രഹം, ലബ്ധനാശം, അസംപ്രേക്ഷ്യകാരിത്വം എന്നിങ്ങനെ 5 തന്ത്രങ്ങളാണ് രാജകുമാരന്മാർ അറിഞ്ഞിരിക്കുന്നത്. മിത്രഭേദം. ഈശ്വരൻ രക്ഷിക്കാനുണ്ടെങ്കിൽ എന്തും സുരക്ഷിതമായിരിക്കും. സുരക്ഷിതമാണെങ്കിൽ പോലും ദൈവഹിതം മറിച്ചായാൽ നശിക്കുക തന്നെ ചെയ്യും. കയ്യൂക്കുള്ളവനെ കീർത്തിയുള്ളൂ. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ അനർത്ഥമാണ് ഫലം. വിദ്യ കൊണ്ടും ശൗര്യം കൊണ്ടും സ്വന്തം ജീവിതം നയിക്കുന്നവൻ ധന്യൻ. പരാക്രമം കൊണ്ടും വിദ്യ കൊണ്ടും കീർത്തി നേടി ജീവിതം നയിക്കുന്നവൻ ശ്രേഷ്ഠൻ. നിസ്സാരനും ക്രമത്തിൽ പ്രബലന്മാരായിത്തീരുന്നു. അന്യന്റെ ശക്തി കൊണ്ടല്ല മനുഷ്യൻ ദുർബലരും ശക്തന്മാരുമാകുന്നത്. അതെല്ലാം അവനവന്റെ ഗുണദോഷങ്ങളെ ആശ്രയിച്ചിരിക്കും. ബുദ്ധി സാമർഥ്യം കൊണ്ട് അറിയാൻ കഴിയാത്തതായി എന്താണുള്ളത്? ശബ്ദം മാത്രം കേട്ട് പേടിക്കേണ്ടതില്ല. നല്ലവനെങ്കിലും നീചന്മാരോട് ചേർന്നാൽ രാജാവും നിന്ദ്യനാണ്. ശത്രുക്കൾ നൽകുന്ന ഭക്ഷണം തിന്ന് ജീവിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ്. കലഹങ്ങൾ പെരുപ്പിക്കാൻ ധാരാളം ആളുകളുണ്ടാകും. ശത്രുക്കളെ തമ്മിൽ പറഞ്ഞിണക്കുവാൻ നന്നേ കുറവാണ്. സജ്ജനങ്ങളുമായി മാത്രമേ സഹവസിക്കാൻ പാടുള്ളൂ. കൈതയിലുണ്ടാകുന്ന ഫലങ്ങൾക്കും മുള്ളുകൾ ഉണ്ടാകുമല്ലോ. സ്വന്തം ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ദ്രവ്യം കൊണ്ടും ധർമ്മം കൊണ്ടും കുലം രക്ഷിക്കുന്നവനാണ് ഉത്തമൻ. ഉപായം ചിന്തിക്കുന്നവൻ അപായം കൂടി ചിന്തിക്കണം. ശാഠ്യമുള്ളവരോട് ശാഠ്യം തന്നെ വേണം. വഴിപിഴച്ച ഗുരുവിനെയും സ്ത്രീയെയും പുത്രനെയും മന്ത്രിയെയും ഉപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. അന്യോന്യം സൗഹൃദത്തോടെ ജീവിച്ചാൽ ആർക്കും എല്ലാ കാര്യവും സാധിക്കും. കാക്ക, ആമ, എലി തുടങ്ങിയ ജീവികൾ വൈര്യം മറന്ന് സ്നേഹിതരായി ജീവിച്ചപ്പോൾ അവർക്ക് എല്ലാ നന്മകളും വന്നു ചേർന്നു. പാല് കൊടുത്ത് വളർത്തിയാലും പാമ്പ് മനുഷ്യനെ കടിക്കുക തന്നെ ചെയ്യും. സജ്ജനങ്ങൾ എവിടെ പോയാലും അവർക്ക് നല്ലതേ വരും. ആകാശഗംഗയിൽ നിന്നും വന്ന അരയന്നങ്ങൾ ഭൂമിയിൽ താമരപ്പൊയ്കയിൽ സുഖിച്ച് വസിക്കുന്നില്ല. അന്യദേശമാണേലും സ്വദേശമാണേലും ആ ഭേദബുദ്ധി സജ്ജനങ്ങൾക്കുണ്ടാവുകയില്ല. നമുക്ക് എവിടെ സുഖമായി ഒരുമിച്ച് കഴിയാം. ഒരു ദിവസം കാക്കയും ആമയും എലിയും രസകരമായ പല കഥകളും പറഞ്ഞിരുന്നപ്പോൾ വേടനെ പേടിച്ച മാൻ അവരുടെ അടുത്തെത്തി. ആവശ്യമുള്ളപ്പോൾ ബന്ധുക്കളെക്കാൾ മുൻപേ നല്ല സുഹൃത്തുക്കളാവും എത്തുക. ഉദാഹരണത്തിന്, സുഗ്രീവ സഹായത്തോടെയല്ലേ ശ്രീരാമൻ രാവണവധം നടത്തിയത്? നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും നല്ലതേ വരും. താങ്ക് യു എവരിവൺ.